മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും എതിരായി അഴിമതി അന്വേഷിക്കണമെങ്കിൽ മുൻകൂർ അനുമതി വാങ്ങിക്കണമെന്നുള്ള നിബന്ധന വന്നതോടുകൂടി തന്നെ അഴിമതി നിരോധന സംവിധാനം വളരെ ദുർബലമായി. അതിൻ്റെ മീതെയാണ് കേരള സർക്കാർ ലോകായുക്ത സംവിധാനത്തെ മുഴുവൻ ദുർബലപ്പെടുത്തിക്കൊണ്ടുള്ള നിയമ ഭേദഗതികൾ പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പോടുകൂടി പാസ്സാക്കിയത്. ഈ ബില്ലിലെ വ്യവസ്ഥ അനുസരിച്ച് ലോകായുക്ത ഒരു മന്ത്രിയോ ഒരു ഉദ്യോഗസ്ഥനോ കുറ്റക്കാരനായി കണ്ടാലും അത് രണ്ടാമത് മുഖ്യമന്ത്രിയോ ഗവർണറോ അത് ഹിയറിംഗ് നടത്തി, അതായത് ഒരു മന്ത്രിക്കെതിരായി ഒരു അഴിമതി ആരോപണം ശരിയാണെന്ന് ലോകായുക്ത കണ്ടുപിടിച്ചാൽ മുഖ്യമന്ത്രി ഹിയറിംഗ് നടത്തി അത് ഡിസ്പോസ് ചെയ്യണമെന്നാണ്. അപ്പോൾ ഏതെങ്കിലും മുഖ്യമന്ത്രി ഏതെങ്കിലും മന്ത്രിമാർക്കെതിരായി അങ്ങനെ ഒരു തീരുമാനം എടുക്കും. അപ്പോൾ ലോകായുക്ത സംവിധാനം വെറുതെ നോക്കുകുത്തിയാക്കി മാറ്റി. എന്നെ അത്ഭുതപ്പെടുത്തിയത് നവംബർ 28 ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച ഈ ബില്ല് എത്ര വേഗത്തിലാണ് പാസ്സാക്കി തിരിച്ചയച്ചതെന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഞങ്ങൾ നേരത്തെ ആരോപിച്ച പോലെയുള്ള ഒരു അണ്ണൻ തമ്പി ബന്ധം കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുണ്ട്. കാരണം അഴിമതി നിരോധന സംവിധാനത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ CPM-ഉമായി സംഘപരിവാർ സർക്കാരിനുണ്ട് എന്ന് വ്യക്തമാകുന്ന രീതിയിലാണ് ഈ ബില്ല് രാഷ്ട്രപതി ഒപ്പിട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. ഇതോടുകൂടി ആർക്കും ഏത് രീതിയിലുമുള്ള അഴിമതി നടത്തിയാലും അതിനെ ചോദ്യം ചെയ്യാനുള്ള ഏറ്റവും അവസാനത്തെ സംവിധാനം വരെ ഇല്ലാതായി മാറിയിരിക്കുകയാണ്. കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇത് CPM വലിയ ശക്തമായ സമ്മർദ്ദം കേന്ദ്ര BJP സർക്കാരിൻ്റെ മീതെ ചെലുത്തിയിട്ടാണ് ഈ അനുമതി വാങ്ങിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ളൊരു ബന്ധമുണ്ട് എന്ന് കൂടുതൽ ഈ ലോകായുക്ത ബില്ല് രാഷ്ട്രപതി ഒപ്പിട്ടതോടുകൂടി കൂടുതൽ വ്യക്തമായിരിക്കുകയാണ്.